ഒരു സാധനം ഭയങ്കര പോപ്പുലർ ആയി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതാണെന്ന് ആൾക്കാർ പറയും. ഇല്ലെങ്കിൽ കുറച്ചിലായാലോ. ചേട്ടാ ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. എന്റെ പൊന്നുമോനെ, അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ. പേരുകേട്ട വ്യക്തിയല്ലേ, ആരും അറിയില്ല. ഇയാളുടെ പേരെങ്കിൽ പുറത്താ എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. നീക്ക് എവിടുന്ന് വരുന്നടാ? ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. നോക്കിയും കണ്ടു നിന്നാ തനിക്ക് നല്ലത്. ഈ സ്ഥലം അത്ര ശരിയല്ല. ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല, നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല, നീ അത് കണ്ടിട്ടില്ല. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും. അത് കുറെ നേരം എവിടെയെങ്കിലും വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക. അതും അല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല. ഓഹോ, അപ്പൊ ഇത് ഇയാളുടെ തെറ്റല്ല, എനിക്ക് കഴിക്കാൻ അറിയാത്തതിന്റെ കുഴപ്പാ. ആ പറഞ്ഞ പോയിന്റ് ആട്ടോ. ചിലമാര് ഈ ബിരിയാണി എന്ന് പറഞ്ഞ ചിക്കൻ കറി ചോറിട്ട് കുഴച്ച് വരുമ്പോ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വരും. ഹാവ് യു സീൻ ദ റീസെന്റ് വീഡിയോ റിഗാർഡിംഗ് ഹംഗ്രി മൃണാൾ ക്ലെൻലിനെസ്? എന്തിന് ഹംഗ്രി മൃണാളുടെ ക്ലെൻലിനെസ് എന്താന്ന് എനിക്കറിയില്ലേ. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. ഞാൻ ഈച്ച എവിടെ വരണമെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഓരോ കുട്ടി ഞാൻ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ കാണിച്ചു കൂട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ബോധ്യമായത്. ഈച്ച ശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ. അതിനാദ്യം എന്തെങ്കിലും ചെയ്യും. എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്, അവിടെ ഒരു ഈച്ച ശല്യം ഇല്ല. ഇവിടുത്തെ ഹൈജീൻ ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ അപ്പഴാ പറഞ്ഞല്ലേ. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നും പോലില്ല. ഭക്ഷണം പോരാന്ന് പറയുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കലൊന്നും അല്ല ഇവിടുത്തെ പണി. ഇവിടെ വേറെ ഇഷ്ടം പോലെ പണിയുണ്ട്. ഓനക്ക് പോയിട്ട് വേറെ പണിയുണ്ടേ. ആ പണി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നു. ഇതൊക്കെ തന്നെ എന്റെ പണി. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പുള്ള റെസിപ്പീസ് ആണ് ഞങ്ങള് ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ല. So we don't like to have losers around us. We don't like to have toxic people around us. We don't like to have deceiving people around us. പാലായിന്ന് കൊച്ചിക്ക് വരുമ്പോഴേ ഈ പ്രവാഹന്റെ ഒരു പുണ്ണാക്കും ഇല്ലായിരുന്നു. എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. Have you been there? നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ? എവിടുന്ന് വരിക? ആരാ? അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല സാറേ, കറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. ഡിപ്പാർട്ട്മെന്റിൽ ചില കുബുദ്ധികൾ എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ കളിവിളയാട്ടമാണ് ഇതെന്നും. നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഭിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത്.